പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. മാവ് വാട്ടോ പരത്തോ കുഴക്കൊന്നും ചെയ്യാതെ കലക്കൊഴിച്ച മാവ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അടയുടെയും കൊഴുക്കട്ടയുടെയും ഒക്കെ അതേ ടേസ്റ്റിൽ വരുന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു അപ്പം കഴിക്കാൻ. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 2 ഏലക്കായ കുത്തിയിട്ടതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വറ്റിച്ചെടുക്കണം. ഇതുപോലൊന്ന് വറ്റി ശർക്കരയും തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് യോജിച്ച് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ അപ്പത്തിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ ഇത്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1.5 കപ്പോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പോളം റവയാണ്. വളരെ കുറച്ച് മാത്രം റവ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. തലേദിവസം അരച്ച് നല്ലപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുള്ള അപ്പത്തിൻ്റെ ബാക്കി മാവാണ്. ദോശമാവാണെങ്കിലും മതി. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഒരു നുള്ള് അപ്പസോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പത്തിൻ്റെ മാവ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. നമ്മുടെ ഈ ബാറ്റർ നല്ലപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പത്തിൻ്റെ മാവൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഒരു നുള്ള് അപ്പസോഡ ചേർത്ത് കൊടുത്താലും മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. വെള്ളത്തിന് ഒരുപാട് ചൂടുണ്ടാവരുത് കേട്ടോ, ഒരു ഇളം ചൂട് മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവ് കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇഡ്ഡലി ചെമ്പിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു തട്ട് വെച്ച് കൊടുത്ത് നമ്മളിത് വേവിച്ചെടുക്കുന്ന പാത്രവും അതിലേക്ക് വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കലക്കി മാറ്റി വെച്ചിരുന്ന മാവ് ഒരു 2 തവിയോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് ചെറുതായിട്ടൊന്ന് പരത്തി എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ മാവ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിരുന്ന ഫില്ലിങ്സ് ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. മാവ് ഫില്ലിങ്സിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. അതിനുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി കുറച്ച് മാവും ഫില്ലിങ്സും ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാനിതുപോലൊരു ബൗളുകളിൽ ഒഴിച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ ഇത്. നമ്മൾ സാധാരണ അടയും കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അത്രയും ഒരു ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല കേട്ടോ. കഴിക്കാനാണെങ്കിലോ അതിനേക്കാളൊക്കെ ഇരട്ടി ടേസ്റ്റും ഉണ്ട്. നല്ല സോഫ്റ്റുമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.